യേശുക്രിസ്തുവിനും ദൈവമാതാവിനും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻ റോയ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ശ്രീമൂല നഗരം രാജഗിരി ഇടവകമാണ്. ജൂലൈ 7, 2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മമ്മിയാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തത്. ഇതിനു മുമ്പ് ഞാൻ രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഇവിടെ വന്നിരുന്ന് പറഞ്ഞിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എനിക്കൊരു ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. വീട്ടിൽ ഒരുപാട് ജീവിത പ്രശ്നങ്ങളുണ്ട്. അതിന് പപ്പേനെയും മമ്മീനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. അതിന് അത്യാവശ്യം നല്ല സാലറിയുള്ള ജോലി വേണം. അതുകൂടാതെ ഞാൻ സിവിൽ സർവീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പഠിക്കാനുള്ള സമയവും സാവകാശവും എനിക്ക് കിട്ടുന്ന തരത്തിലുള്ള ജോലിയും കൂടി വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു. ഡിസംബറിന് മുമ്പ് ജോലി കിട്ടണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഡിസംബർ 7 ഇവിടെ മാതാവിനെ കാണാൻ വരുമ്പോൾ മമ്മി എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിലുണ്ടാവണമെന്ന് മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആദ്യം വന്നുകൊണ്ടിരുന്ന ജോലികളെല്ലാം സാലറി വളരെ കുറവായിരുന്നു. ഞാൻ അവിടേക്ക് പോയി തിരിച്ചു വന്ന ശേഷം എൻ്റെ കയ്യിലൊന്നും ബാക്കി ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഉള്ള ജോലികളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പഠിക്കാനും സമയം ഉണ്ടാവില്ല, സാലറി ഉണ്ടാവത്തില്ല, അങ്ങനെയുള്ള ജോലി ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എനിക്കൊരു ജോലി വന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് ജോലി ലഭിച്ചു. പക്ഷേ അതിനെപ്പറ്റിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് ഒന്നും വന്നില്ല. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയറായിട്ട് പ്രാർത്ഥിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്നെ എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, ജോലിക്ക് കയറാം. അങ്ങനെ ഡിസംബർ 3 ഞാൻ ജോലിക്ക് കയറി. ഡിസംബർ 7 ഞാനിവിടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിട്ടാണ് വന്നത് മാതാവിനെ കാണാൻ. ഇതാണ് എനിക്ക് ഈ ഉടമ്പടിയിൽ വെച്ച് ഈ തവണ പറയാനുള്ള വലിയൊരു സാക്ഷ്യം. അതുകൂടാതെ എനിക്ക് ഓരോ ദിവസം കടന്നു പോകുന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഓരോ ദിവസവും എന്നെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യത്തിനുള്ള വകുപ്പാണ്. കാരണം എനിക്ക് അത്രയും ഇറാഷണലായിട്ടുള്ള, ഒട്ടും ലോജിക്കലി മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു ജീവിതാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും മാതാവ് തന്നെയാണ് കൈപിടിച്ച് നടത്തുന്നത്. എത്രയേറെ ജീവിത പ്രശ്നങ്ങളുണ്ടായാലും യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്ന 43:2 പറയുന്ന പോലെ എന്നെ ഇതുവരെ ജ്വാല ദഹിപ്പിച്ച് കളഞ്ഞിട്ടില്ല. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യം പോലെ ഞാനും എൻ്റെ കുടുംബവും കലമാൻ്റെ പാദങ്ങൾക്കുള്ള വേഗത പോലെ തന്നെ തുള്ളിച്ചാടി രക്ഷപ്പെടുകയും കർത്താവിൽ ആനന്ദിക്കുകയാണ് ചെയ്യാറ്. എത്രയേറെ ജീവിത പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ സുഹൃത്തുക്കൾക്ക് വളരെ കൗതുകരമാണ്. കാരണം അവർക്കറിയാം ഒട്ടും ലോജിക്കലി വളരെ ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ള ഒരാൾ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നു, എങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. അത് അവർക്ക് ഇൻസ്പിറേഷനാണ്. ഞാൻ അവരോട് പറയാനായിട്ട് ദൈവം തമ്പുരാൻ കൂടെ ഉള്ളതുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥയും ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് തന്നെ. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇതുകൂടാതെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഇവിടെ വന്ന കാലം തുടങ്ങി പത്രം കൊണ്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം വളരെയധികം ചെയ്യുന്ന ഒരാളാണ്. ആദ്യകാലങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പള്ളികളിലായിരുന്നു. പിന്നീട് പള്ളികളിൽ എല്ലാവരും എത്തിത്തുടങ്ങിയ ശേഷം ഞാൻ കവലകളിലേക്ക്, റോഡ് സൈഡിലേക്ക് മാറി പ്രേക്ഷക പ്രവർത്തനം ചെയ്യും. അതുകൂടാതെ എനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം, എനിക്ക് പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ സുഹൃത്തുക്കളോടുള്ള കോൺവെർസേഷനിലായാലും അപരിചിതരോടുള്ള കോൺവെർസേഷനിലായാലും ഞാൻ സുവിശേഷം പ്രഖ്യാപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിന് കാരണം അവർ റിജക്റ്റ് ചെയ്താലും ഇൻട്രസ്റ്റ് ഇല്ലാതെ സംസാരിച്ചാലും ഞാൻ അതിന് വേണ്ടി പിന്നെയും ശ്രമിക്കുന്നുള്ള കാരണം അവരുടെ ലോവസ്റ്റ് പോയിന്റിൽ അവർ ദൈവത്തെ വിളിച്ചാൽ ദൈവം മാത്രമേ അവരെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ബോധ്യം കൊണ്ട് തന്നെയാണ്. ഇതല്ലാതെയുള്ള എൻ്റെ കാര്യപ്രവൃത്തികളെന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ ഒരു 10 പൊതിച്ചോറ് വീതമെങ്കിലും ഞാൻ പാവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതുകൂടാതെ രോഗികളുടെ വീട്ടിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളും ആവശ്യ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അനാഥാലയങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇതിനുവേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും പ്രചോദിപ്പിക്കാറുണ്ട്. ഇതൊന്നും എൻ്റെ കയ്യിലുണ്ടായിട്ട് ചെയ്യുന്ന കാര്യമല്ല, എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷേ മാതാവ് കാണിച്ചു തന്ന ചെയ്യാൻ പ്രചോദിപ്പിച്ചതായതുകൊണ്ട് തന്നെ മാതാവ് തന്നെയുള്ള അതിനുള്ള വഴികളും കണ്ടെത്തി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്തത് വഴി എൻ്റെ വീട്ടിൽ കുറവുകളല്ല കൂടുതലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട്. അതിന് ആത്മീയമായിട്ടുള്ള ബോധ്യങ്ങൾ ഒരുപാട് തന്നെയുണ്ട്. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബോധ്യം. ദൈവം സ്നേഹമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നീതിമാനുമാണ്. ഞാൻ നീതിയും സത്യത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാളായിരുന്നു. പക്ഷേ നീതിയും സത്യവും ദൈവത്തിൽ നിന്നല്ലാതെ ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ബോധ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൽ ആശ്രയിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനും കുർബാനയ്ക്കും പ്രയോറിറ്റി കൊടുത്തുള്ളൊരു കുടുംബമാണ്. കുർബാന സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു കുടുംബമാണ്. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കുർബാനയിൽ സജീവമായിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചുകൊണ്ടുള്ള പങ്കാളിത്തം ഞാൻ ആരംഭിച്ചത്. ദൈവത്തിന് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലോജിക്കലായിട്ടൊരു റീസൺ പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനെയും ഞാൻ ആഗ്രഹിക്കുന്നതിനെ സംരക്ഷിച്ച് നിർത്താൻ യഥാർത്ഥത്തിൽ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. എന്നെ കൂടെ സാധിക്കില്ല, ഭൂമിയിലുള്ള എന്തിനും കൂടെ സാധിക്കില്ല, ദൈവത്തിന് മാത്രമേ ഇത് സാധിക്കുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ഒരു രീതിയിൽ സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്ക് ദൈവത്തോട് ഭയങ്കരമായൊരു സ്നേഹത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അനുതാപത്താലും പശ്ചാത്താപത്താലാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ.
ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിനോട് ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എൻ്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമായിട്ടാണ് നനഞ്ഞിട്ടുള്ളത്. ഞാൻ അധികം ആവശ്യങ്ങളും ഇവിടെ വന്ന ശേഷം ഞാൻ അധികം ആവശ്യങ്ങളും പരാതികളൊന്നും പറയാറില്ല. കാരണം ദൈവം എന്താണെന്ന് എനിക്ക് നല്ലൊരു ബോധ്യം ഇവിടെ വന്ന ശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പരാതികളൊന്നും പറയാറില്ല. ദൈവത്തിൻ്റെ സമയത്തിനെല്ലാം വിട്ടുകൊടുക്കുകയാണ് പതിവ്. കർത്താവ് തന്ന എല്ലാത്തിനും ദൈവമാതാവിനും ഈശോമിശിഹായ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്റെ മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 വചനം 5. നമ്മൾ ഓരോരുത്തരും അതുല്യരും വിലയേറിയതുമരുമാണ്. നമ്മുടെ മുൻപിലും പിൻപിലും നമ്മുടെ ദൈവം കാവലായുണ്ട്. ഈശോയും അമ്മയും കാവൽ നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു ഉടമ്പടി സാക്ഷ്യമാണ് എബിൻ റോയ് എന്ന മകൻ നമ്മളോട് പങ്കുവച്ചത്. ഈ മകൻ ആദ്യമായി കൃപാസന അമ്മയുടെ സന്നിധിയിൽ വന്നപ്പോൾ സ്വന്തം അച്ഛനും അമ്മയുടെയും കൂടെയാണ് വന്നത്. പിന്നീട് ഉടമ്പടി എടുത്തു. തന്റെ ജീവിതത്തിലെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ മകൻ പ്രാർത്ഥിച്ചത്. മകൻ ഡിസംബർ 7 അമ്മയുടെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ കാണണമേ എന്നാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. സമയചുരുക്കത്തിൻ്റെ അമ്മ ഈ മകൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല. മകൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഡിസംബർ 3 ജോലി കിട്ടി. ഡിസംബർ 7 അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ആ അപ്പോയിൻമെന്റ് ലെറ്റർ അമ്മയെ കാണിച്ച് നന്ദി പറഞ്ഞിട്ടാണ് ഈ മകൻ പോയത്. നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നമ്മുടെ ഉടമ്പടി നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകന് ഈ അനുഗ്രഹം ലഭിച്ചത്. പിന്നീടുള്ള ജീവിതത്തെ പറ്റിയാണ് ഈ മകൻ നമ്മളോട് പറഞ്ഞത്. വിശ്വാസം പൂർണ്ണമായ ഒരു ഉടമ്പടി ജീവിതം, കുർബാനയും കുമ്പസാരവും കുടുംബ പ്രാർത്ഥനയും അച്ഛനും അമ്മയും ചേർന്നുള്ള പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം ഈ മകൻ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹവും എന്നാണ് ഈ മകൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും വിലപ്പെട്ടതാണ്. നമ്മളുടെ കൂടെയും ജീവനുള്ള പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയും ഈശോയുമാണ് നമ്മുടെ മുൻപിലും പിൻപിലുമായി നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ഉദ്ദേശമുണ്ട്. അതിനാൽ നമുക്കും ഭയപ്പെടാതെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ഉടമ്പടി ജീവിതത്തിൽ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 3:19 ഇങ്ങനെ പറയുന്നു: അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവേൻ. ഈ മകൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അനുതപിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. ഉടമ്പടി ജീവിതത്തിലും അനുതാപമാണ് നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നത്. അനുതാപം ക്ഷമയിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സന്നിധിയിൽ വരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിച്ച് അനുതപിച്ച് നമുക്ക് നമ്മുടെ പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് മകന് കിട്ടിയ നല്ലൊരു ജോലിക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.